എന്തായാലും അവിടെ പ്രതിഷേധത്തിന് യാതൊരു കുറവുമില്ല. അശ്വിൻ പാലാഴി അതിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നു. അശ്വിൻ, അവിടെ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ അവിടത്തേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട് നേരത്തെ വിവരം വന്നിരുന്നു. ഒപ്പം തന്നെ വഴിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ആരൊക്കെയാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിനായി? പ്രജിൻ, നേരത്തെ മുതൽ തന്നെ വലിയ പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇങ്ങോട്ടേക്കുള്ള വരവ്. അത് അറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന്റെ വഴിയിൽ വെച്ച് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് തൊട്ട് മുമ്പിൽ പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെയാണ് ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. ഇതിനു മുൻപ് ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിഷേധിച്ച ആളുകളാണ്, അവർ തന്നെയാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതും. ഗാന്ധിനഗർ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നെങ്കിലും അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയ ശേഷം വീണ്ടും ഈ മുഖ്യമന്ത്രിയുടെ വരവറിഞ്ഞ് അവർ വീണ്ടും ഒന്നിച്ചെത്തുകയായിരുന്നു. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും കയ്യിൽ കരുതിയ കരിങ്കൊടി അവരെ മുഖ്യമന്ത്രി കാണിക്കുകയും ചെയ്തത്. വലിയ പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ പോലീസിനായില്ല. അപ്രതീക്ഷിത പ്രതിഷേധമായിരുന്നു. പോലീസിന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. സാധാരണയിൽ കൂടുതൽ വാഹനവ്യൂഹം മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആ വാഹനവ്യൂഹത്തിന് നടുവിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടി വീണതും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് തന്നെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോയതും. ഇപ്പോഴും ആം ആദ്മി അടക്കമുള്ള വിവിധ പാർട്ടികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. SDPIയുടെ പ്രതിഷേധം വരാനിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിഷേധ കളമായി തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് മാറുകയാണ്. അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെ ഈ മരിച്ച ബിന്ദുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുമ്പ് പൂർത്തിയാക്കി. ഇനി അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും പ്രതിഷേധങ്ങൾക്ക് ഒരയവും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്ക് പോലും കരിങ്കൊടി പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പ്രജിത്ത്, യെസ്, അവിടുന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ പുറത്ത് വലിയ പ്രതിഷേധം കൂട്ടുകയാണ്. അവിടെ കോൺഗ്രസും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി, SDPI എല്ലാം തന്നെ പ്രതിഷേധവുമായി അവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. അകത്ത് മെഡിക്കൽ കോളേജിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി, ഒപ്പം മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ് എന്നിവരുണ്ട്. അവർ അവിടെ ഉന്നതതലൊരു യോഗം ചേരുകയാണ്. അവിടെ ഉദ്യോഗസ്ഥരടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യോഗത്തിന് ശേഷം ഒരു റിവ്യൂ മീറ്റിംഗ് എന്നാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെയൊന്നുമല്ല, മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്ക്. അതിനിടയിൽ ഇങ്ങോട്ട് എത്തുകയായിരുന്നു എന്നാണ് നേരത്തെ മന്ത്രി VN വാസവൻ അടക്കം പങ്കുവച്ചത്. എന്തായാലും ആ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ ഉറപ്പില്ല. പക്ഷേ നമുക്ക് അത് കാത്തിരിക്കാം.